നമസ്കാരം. 16 വയസ്സ് തികഞ്ഞിട്ടുള്ളൂ. ഗ്രൗണ്ടിലാണെങ്കിൽ 60,000 ഫാൻസ്, ടൈറ്റിൽ റേസിൻ്റെ ഹ്യൂജ് പ്രഷർ. അങ്ങനെ നിൽക്കുമ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ യു ആർ സ്കോറിങ് ദാറ്റ് ഗോൾ. മാക്സ് സ്ട്രോമാൻ, വാട്ട് എ സ്റ്റോറി. ചില സമയത്ത് ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, അതൊരു സ്റ്റോറിയാണ്. കാരണം ചില കളികൾ നമ്മൾ ട്രോഫിക്കായിട്ട് ഓർമ്മിക്കപ്പെടുക. ഈ കളിയാണ് നമ്മുടെ സീസൺ തിരിച്ചത്. നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന ചില കളികളുണ്ട്. ഇപ്പോൾ നമ്മൾ ആഴ്സണലിൻ്റെ തന്നെ നമ്മൾ എമിറേറ്റ്സിൽ ഓർമ്മിക്കുന്ന ഒരുപാട് ഗോൾസ് ഉണ്ട്. ഇപ്പോൾ ചിലത് ആ കളിയുടെ അത്രയും എന്താ പറയുക, അർഷാവിൻ്റെ ഗോള് ചാമ്പ്യൻസ് ലീഗിലത്തെ, അതായത് ബാഴ്സലോണ, പെപ്പിൻ്റെ ബാഴ്സലോണ അത്രയും പീക്കിൽ നിൽക്കുന്ന ബാഴ്സലോണ എമിറേറ്റ്സിൽ വന്നിട്ട് ബാഴ്സലോണ തോൽപ്പിക്കുകയാണ്. ആ അർഷാവിൻ ഗോള്, അത് നമുക്ക് ഇപ്പോഴും ആ ഗോള് കാണുമ്പോൾ ഒരു ഗൂസ് ബംസ് വരും. അതേപോലെ കുറേ ഗോൾസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ റീസ് നെൽസൻ്റെ ഗോള് ബോൺമത്തിനെതിരെ ഗംഭീര ഗോള്. പിന്നെന്താ പറയുക, കുറച്ച് സീസൺ മുമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാനി വെൽബെക്കിൻ്റെ ഗോള് ലെസ്റ്റർ സിറ്റിക്കെതിരെ. അത് പക്ഷേ ഈ ഗോൾസ് ഒന്നും നമുക്കൊരു ട്രോഫി കൊണ്ടൊന്നുമില്ല. പക്ഷേ ഇന്നലത്തെ കളിയിൽ മാക്സ് സ്ട്രോമാൻ്റെ ആ ഗോള് മോസ്റ്റ് ലൈക്ലി അതായിരിക്കും ആഴ്സണലിൻ്റെ സീസൺ ഡിഫൈനിങ് മൊമെൻറ്റ്. അതായിരിക്കും മോസ്റ്റ് ലൈക്ലി ആഴ്സണൽ കപ്പ് എടുക്കുകയാണെങ്കിൽ ആഴ്സണലിൻ്റെ ഒരു സീസൺ ആഴ്സണൽ സ്ട്രോങ് ആയിട്ട് തന്നെ പോണത്. പക്ഷേ ഒരു മൊത്തം ടീമിന് അല്ലെങ്കിൽ മൊത്തം ഫാൻ ബേസിന് ഒരു ഉണർവ് തരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത് മാക്സ് സ്ട്രോമാൻ്റെ ഗോള്. അപ്പോൾ ചില നൈറ്റ്സ് ഒരു പുതിയ താരത്തിൻ്റെ ജനനം കാണിക്കില്ലേ, ചരിത്രത്തിൽ തന്നെ എഴുതി വയ്ക്കില്ലേ, അതായ സംഭവമായിരുന്നു ഇന്നലെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടന്നത്. അങ്ങനത്തെ ഒരു നൈറ്റായിരുന്നു. ആഴ്സണൽ ജയിച്ചു. ഇത് സാധാരണ ജയമൊന്നായിരുന്നില്ല. കളി 89th മിനിറ്റ് വരെ 0-0 ആയിരുന്നു. ആഴ്സണൽ എവർട്ടനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്തു. ആഴ്സണൽ മോശമായിട്ട് കളിച്ചു ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം ആഴ്സണൽ നന്നായിട്ട് തന്നെ കളിച്ചു. എനിക്ക് ടീം ലൈനപ്പ് ഇഷ്ടമായിരുന്നു, കളിച്ച രീതി ഇഷ്ടമായിരുന്നു. പിന്നെന്താ പറയുക, പറയുമ്പോൾ പിക്ഫോർഡിന് ഗംഭീര സേവ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും കളി സെക്കൻഡ് ഹാഫിൽ, ഫസ്റ്റ് ഹാഫിൽ എവേർട്ടന് നല്ല ചാൻസസ് കിട്ടി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എവേർട്ടൺ റേയുടെ ഒരു സേവ് ഉണ്ടായിരുന്നു, ബെറ്റോ അടിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ്ലി ആഴ്സണലിൻ്റെ കൺട്രോളായിരുന്നു കളി. എമിറേറ്റ്സ് ക്രൗഡിനെ പറ്റി പറയുക വേണം. അത്രയും ടെൻഷനിൽ നിന്നിട്ട് ക്രൗഡ് ഒരിക്കൽ പോലും പ്ലേയേഴ്സിനെ ഒരു പ്രഷറൈസ് ചെയ്തില്ല. പ്ലേയേഴ്സിൻ്റെ ഒപ്പം നിന്ന് ക്രൗഡ് നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ സംഭവം ആ ഗോൾ വരുന്നതിനേക്കാൾ മുമ്പ് 88th മിനിറ്റിൽ 87th മിനിറ്റോ 88th മിനിറ്റിലോ റയ ബോൾ വെച്ചിട്ട് ഇങ്ങനെ പാസ് ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണികൾ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്നാലും പ്ലേയേഴ്സിനെ സമ്മതിച്ചേ പറ്റൂ. കാരണം അവർ അപ്പോഴും പേഷ്യൻ്റായിട്ട് കളി കൊണ്ടുപോയിട്ട് ലാസ്റ്റ് മിനിറ്റ് വരെ അവർ കൊണ്ടുപോയി. ആർട്ടറ്റയുടെ പ്രസൻസ് ടച്ച് ലൈനിൽ ഗംഭീരമായിരുന്നു. പുള്ളി കളിയിൽ ഇറങ്ങി കളിക്കുമെന്ന് പോലും തോന്നി, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ കളി അങ്ങനെ നിൽക്കുന്ന നേരത്താണ് ആർട്ടറ്റ ഗബ്രിയൽ ജെസൂസ് എന്ന് പറഞ്ഞാൽ, അതായത് പ്രീമിയർ ലീഗ് വിൻ ചെയ്ത എക്സ്പീരിയൻസ്, മാഞ്ചസ്റ്റർ സിറ്റിയോടൊപ്പം പ്രീമിയർ ലീഗ് വിൻ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഗബ്രിയൽ ജെസൂസ് സബിൽ നിൽക്കുമ്പോൾ ആണ് 16 years ഓളായിട്ടുള്ള ഡോമാൻ ഇറക്കണത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചരിത്രമാണ്. കാരണം മാക്സ് ഡോമാൻ കളിയിൽ ഇറങ്ങിയതിന് ശേഷം കംപ്ലീറ്റ് ഏറ്റവും കൂടുതൽ ബോൾ ടച്ചും പാസസും ആഴ്സണലിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഡോമാനാണ്. അത് കാണിക്കണം എന്താണെന്നുണ്ടെങ്കിൽ ആഴ്സണൽ ഫുൾ ടീമിന് ഈ പ്ലെയറിൻ്റെ ഡോമാൻ്റെ, കാരണം 2 കൊല്ലമായിട്ട് ഡോമൻ ഫസ്റ്റ് ടീമിൻ്റെ ഒപ്പമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവർക്കെല്ലാം അറിയാം ചെക്കിൻ്റെ ടാലൻറ്റ് എന്താണെന്നുള്ളത് അറിയാം. അത് എത്രത്തോളം ഈ പയ്യനെ അവർ കെയർ ചെയ്യുന്നുള്ളത് ആ ഗോൾ അടിച്ചതിന് ശേഷം ആ ബെഞ്ചിൻ്റെയും ഒക്കെ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് ആഴ്സണൽ വേഴ്സസ് എവർട്ടൺ മാച്ചിൻ്റെ കഥ അനാലിസിസ് മാത്രമൊന്നുമല്ല, ഇത് മാക്സ് ഡോമാൻ എന്നുള്ള കഥയുടെ സ്റ്റാർട്ടിംഗ് ആണ്. ആഴ്സണൽ ഇപ്പോൾ 9 point ലീഡാണ്. കാരണം ആഴ്സണൽ ഫസ്റ്റ് ജയിച്ചോടുകൂടി മാഞ്ചസ്റ്റർ സിറ്റി അണ്ടർ പ്രഷറായി. മാഞ്ചസ്റ്റർ സിറ്റി ടീമിന് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴൊക്കെ ആഴ്സണൽ ഫസ്റ്റ് കളിക്കണം, ആഴ്സണൽ വിൻ ചെയ്യണു, അപ്പോഴൊക്കെ മോസ്റ്റ് ഓഫ് ദ ടൈം മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാനാണ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി കാണാറുള്ളത്. അത് തന്നെയാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. റെലിഗേഷൻ ബാറ്റിലേക്കാണ് വെസ്റ്റ് ഹാമിനെതിരെ സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്തു, 1-1 ഡ്രോ ആയി. ഈ കളി ഒരു നോർമൽ ലീഗ് ഗെയിം ഒന്നും ആയിരുന്നില്ല. കാരണം ആഴ്സണൽ ഓൾറെഡി ടേബിളിൻ്റെ ടോപ്പിലാണ്, മാഞ്ചസ്റ്റർ സിറ്റി തൊട്ട് മുന്നിൽ ചെയ്തിയാണ്. 20 years ആയിട്ട് പ്രീമിയർ ലീഗ് ടൈറ്റിൽ കാത്തിരിക്കുന്ന ക്ലബ്ബാണ് ആഴ്സണൽ. അവർക്ക് ചാമ്പ്യന്മാരാവണം എന്നുണ്ടെങ്കിൽ എല്ലാ കളിയും ജയിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ബാക്കിലുള്ള സിറ്റിയാണ്. ഇപ്പോൾ ഇന്നലെ ആഴ്സണൽ എക്സാക്ട്ലി അതന്നെ ചെയ്തത്. ഞാൻ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു, ആഴ്സണലിൻ്റെ ഇനിയുള്ള കളികളിൽ പെർഫോമൻസ് നോക്കണ്ട. കാരണം ഇറ്റ്സ് നോട്ട് അബൌട്ട് പെർഫോമൻസ്, ഇറ്റ്സ് അബൌട്ട് വിന്നിങ്. അത്രേ ഉള്ളൂ. ഫ്ലുവൻസിയൊന്നും നോക്കണ്ട.
കൺസിസ്റ്റൻ്റ് ആണോ? എസ്പെഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആഴ്സണലിൻ്റെ ഏറ്റവും ക്രിയേറ്റീവ് പ്ലെയർ ആഴ്സണലിന് വേണ്ടിയിട്ട് കുറച്ചായിട്ട് കളിച്ചിട്ടില്ല. മാർട്ടിൻ ഒഡെഗാർഡ് ഇപ്പോഴും പരിക്ക് പറ്റി പുറത്താണ് നിൽക്കുന്നത്, എന്നിട്ടാണ് ഈ ആഴ്സണലിൽ കളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അതൊന്നുമില്ല, പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയും പ്ലെയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡും ഗംഭീരമായിരുന്നു. ഈവൻ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തതിനു ശേഷം എവിടം കയറി വന്നപ്പോൾ ഹിൻകാപ്പിയുടെ ഒരു ടാക്കിള്, അത് ക്രൗഡിനെ കൂടെ എണീപ്പിച്ച ഒരു ഇതുണ്ടല്ലോ, അത് ഗംഭീരമായിരുന്നത്. ഫസ്റ്റ് ഹാഫ് ഗെയിം വളരെ കാമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആഴ്സണൽ പൊസിഷൻ ഡോമിനേറ്റ് ചെയ്തു, ബോൾ സർക്കുലേഷനൊക്കെ സ്മൂത്ത് ആയിരുന്നു. മധുവേക്കൻ ലെഫ്റ്റ് വിങ്ങിൽ വന്ന് സാക്ക റൈറ്റ് വിങ്ങിൽ. പക്ഷെ ഫസ്റ്റിൽ ഒരു കോർണറിൽ നിന്ന് മധുവേക്കയുടെ ഒരു ഏറിൽ ഷോട്ട് ഉണ്ടായിരുന്നു, പിക്ഫോർഡ് സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കാലാഫിയോരിയുടെ ഒരു വോളി ഉണ്ടായിരുന്നു, അത് ഓവറായി. പക്ഷേ കളിയുടെ ആഴ്സണൽ ഡോമിനേറ്റ് ചെയ്യുന്നതിൽ ബെസ്റ്റ് ചാൻസസ് ഒക്കെ എവിടെയാവുന്നതാണ്. മക്നീൽ റയയുടെ സേവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മക്നീൽ ഒരെണ്ണം ശരിക്കും ഗോൾ, ഐ തിങ്ക് റയ ബാക്കിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഐ തിങ്ക് മക്നീലിൻ്റെ ഷോട്ടിൻ്റെ പവർ വെച്ചിട്ട് റയയ്ക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. പക്ഷേ കാലാഫിയോരിയുടെ അൺബിലീവബിൾ ബ്ലോക്കായിരുന്നു, ഒരു അക്രോബാറ്റിക് ബ്ലോക്ക്. ആ മാച്ചിൻ്റെ ഫുള്ള് ആഴ്സണൽ ടീംസിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ആ ബ്ലോക്ക് കാണിച്ചത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും ഞങ്ങൾ ഗോൾ അടിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു സംഭവം തന്നെയാണ് ആഴ്സണൽ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് കാണിച്ചത്. എവർട്ടൻ്റെ ഗെയിം പ്ലാൻ സിമ്പിളായിരുന്നു. സെൻട്രൽ സ്പേസസ് ഒക്കെ അവർ ഓവർലോഡ് ചെയ്തു. ആഴ്സണലിൻ്റെ മിഡ്ഫീൽഡ് ബോൾ എപ്പോഴൊക്കെ റിസീവ് ചെയ്യുമ്പോഴും ഇൻസ്റ്റൻറ്റ് പ്രഷറായിരുന്നു. പിന്നെ എവർട്ടൺ കംപ്ലീറ്റ്ലി നോക്കിയത് ട്രാൻസിഷൻ അറ്റാക്കാണ്. ഒരുവിധം ടീമുകളെല്ലാം, എവർട്ടൺ മാത്രമൊന്നുമല്ല, ഒരുവിധം ടീമുകളെല്ലാം ആഴ്സണലിനൊപ്പം എമിറേറ്റ്സിൽ എസ്പെഷ്യലി വരുമ്പോൾ ട്രാൻസിഷൻ തന്നെയാണ് നോക്കുന്നത്. കാരണം ആഴ്സണലിന് എവർട്ടൺ ഓവർലോഡായ കാരണം ആഴ്സണലിൻ്റെ ഷോട്ട്സ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ലോങ് ഷോട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എസെ റിപ്പീറ്റഡ്ലി ലോങ് ഷോട്ട്സ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ എസേക്ക് നമ്മൾ ഷോട്ട്സിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ഷോട്ട്സ് ഔട്ട്സൈഡ് ദ ബോക്സാണ് എസെ ആക്കിയത്. കാരണം അത് കാണിച്ചു തരുന്ന ഒരു കാര്യമുള്ളൂ, ആഴ്സണലിന് ഇവരുടെ സ്പേസ് ബ്രേക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഹാവേർട്സ് ഐസൊലേറ്റഡ് ആയി, സാക്ക കംപ്ലീറ്റ്ലി മാർക്ക്ഡ് ഔട്ട് ആയിരുന്നു. മിക്കലാങ്ങിൻ്റെ ഒപ്പം ബിൽഡപ്പ് പ്രഡിക്റ്റബിൾ ആയിരുന്നു. അത് ഒരുവിധം സിറ്റുവേഷനിൽ ആഴ്സണലിൻ്റെ ഒരുവിധം കളിയിലൊക്കെ നടക്കുന്ന ഫേസാണത്. ഇങ്ങനത്തെ സിറ്റുവേഷനിലും ആഴ്സണലിന് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഒരു ഡ്രിബ്ലറിനെ വേണം, അല്ലാന്നുണ്ടെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്ന് ക്രിയേറ്റീവ് വേണം. മിഡ്ഫീൽഡിൽ നിന്ന് ക്രിയേറ്റീവ് ബേസിക്കലി മാർട്ടിൻ ഒഡെഗാർഡ് ഇല്ലാത്ത കാരണം പറ്റുന്നില്ല. ലോ ബ്ലോക്കിനെതിരെ ഒരു ക്രിയേറ്റീവ് പാസ് കൊടുക്കുന്ന പ്ലെയർ ഒന്നുമല്ല. ഓക്കെ, ലോങ് ബോൾസ് കൊടുക്കുന്നത് വേറെയാണ്, പക്ഷേ ഇത് ലോ ബ്ലോക്കായിട്ട് നിൽക്കുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വൺ. അതുകൊണ്ടാണ് എസ്പെഷ്യലി ആർട്ടറ്റ ലൈനപ്പ് അങ്ങനെ ഇറക്കിയത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ പുള്ളി ഇത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് സാക്കേനെയും മധുവേക്കനെയും, അതായത് ഈ ടീമിലത്തെ ബെസ്റ്റ് 2 ഡ്രിബ്ലേഴ്സിനെ ഇറക്കിയത്. അതിൽ ആർട്ടറ്റ ഒരു സംഭവം ചെയ്ത് നമ്മുടെ ഡോമാനെ സെക്കൻഡ് ഹാഫിൽ ഇറക്കിയതാണ്. കാരണം ആ ടയർഡായിട്ടുള്ള സാക്കിയും മധുവേക്കായിട്ട് കളിച്ച് ടയർഡായിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ അടുത്ത വേറൊരു ഡ്രിബ്ലറേയും കൂടി ഇറക്കുകയാണ് ആർട്ടറ്റ ചെയ്ത്. ഇതിൽ നമുക്ക് കളി കൂടുതൽ പോകുന്നതോറും പോയിൻറ്റ്സ് ഡ്രോപ്പ് ആവുമെന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്തോ ഈ കളി ആഴ്സണൽ ജയിക്കും എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു 89th മിനിറ്റ് ആകുമ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം റയ ബോൾ വെച്ച് ഇരുന്നപ്പോൾ ഒന്നും കുറച്ചുകൂടി ഫാസ്റ്റാക്കുക എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നല്ലോ, അതുണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ ഐ തിങ്ക് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആഴ്സണലിൽ കിടക്കും എന്നുള്ളത്. 60 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഒരു 60th മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആർട്ടറ്റയുടെ സബ്സ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. ഇന്നലത്തെ ലൈനപ്പും സബ്സ് എല്ലാം പെർഫെക്റ്റ്, അത് ടൈമിങ്സും പെർഫെക്റ്റ് ആയിരുന്നു. 60 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആർട്ടറ്റ യോക്കറസിനെ ഇറക്കി, മാർട്ടിനെല്ലിനെ ഇറക്കി, അറ്റാക്സ് ഓവർലോഡ് ചെയ്തു, ഗോളില്ല. 74th മിനിറ്റിൽ ആർട്ടറ്റ മാക്സ് ഡോമാൻ ഇറക്കി. എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് ബെഞ്ചിലിരിക്കുമ്പോൾ പുള്ളി മാക്സ് ഡോമാൻ ഇറക്കിയത്. അതും മാക്സ് ഡോമാനെ വിങ്ങിൽ ഇറക്കിയിട്ട് സാക്കേനെ മിഡിലിൽ ഇറക്കി. അത് ഗംഭീര, കാരണം നല്ലൊരു ഇതായിരുന്നു. കാരണം 2 ഒരേപോലത്തെ ഡ്രിബ്ലിങ്ങിന് പറ്റി 2 പ്ലെയേഴ്സ്. അതുമാത്രമല്ല സാക്ക എന്ന് പറയുന്നത് ഈ ആഴ്സണൽ ടീമിൽ ഒടുകാട്ടില്ലാത്തപ്പോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബെസ്റ്റ് നോക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് സാക്ക മാത്രമേ ഉള്ളൂ പറയുകയാണെന്നുണ്ടെങ്കിൽ. അത് ഡോമാനെ ഇറക്കിയത് എന്താ പറയുക, നമ്മുടെ സുബിമെൻറ്റിനെ വിളിച്ചിട്ടാണ് ഇറക്കിയത്. അതും പറയേണ്ട കാര്യമാണ്. പിന്നെ കലാഫിയോരിനെ മാറ്റിയിട്ട് ഹിൻകാപ്പിനെ ഇറക്കി. കാരണം കലാഫിയോരി ബേസിക്കലി നന്നായിട്ട് കളിച്ചു, പക്ഷേ ഒരു പരിക്ക് കഴിഞ്ഞ് വരുന്ന ആളാണ്.
ടൈറ്റിൽ റേസിൻ്റെ പ്രഷറിൽ നിൽക്കുമ്പോൾ എമിറേറ്റ്സ് ഗ്രൗണ്ട് ടെൻഷനിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ മാനേജേഴ്സ് ബേസിക്കലി സേഫ് ഓപ്ഷനാണ് ചൂസ് ചെയ്യുക. ഒരു ഗബ്രിയേൽ ജെസൂസിനെ വിടും, അങ്ങനെ ചെയ്യുക. ആണ്ടിട്ട് അത് ഡോമാൻ ഇറക്കി. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇങ്ങനത്തെ ഒരു ലോ ബ്ലോക്ക് പൊളിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഡ്രിബ്ലേഴ്സിനെ വേണം. ഈ ഡ്രിബ്ലറിനെ ഇറക്കിയിട്ട് ഒന്നുകിൽ അവർ ഡ്രിബിൾ ചെയ്ത് കയറി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പെനാൽറ്റിക്ക് ചാൻസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സംഭവം. ഡോമാൻ വന്നോട് കൂടിയിട്ട് എനർജി ചേഞ്ചായി. ഫസ്റ്റ് ടച്ചിൻ്റെ നല്ല കോൺഫിഡൻറ്റ് ടച്ചായിരുന്നു. പിന്നെ ഒരു പേടില്ലാണ്ട് ഒരു ഡയറക്റ്റ് റണ്ണിങ്ങാണ് ഡോമാൻ്റെ. മിക്കലെങ്കോ ശരിക്കും സ്ട്രഗിൾ ചെയ്തു ചങ്ങാതിക്കെതിരെ. ആഴ്സണൽ ശരിക്കും കളി തിരിച്ചു തുടങ്ങി. കളി 89th മിനിറ്റിൽ പെട്ടെന്നൊരു ത്രോ കിട്ടിയപ്പോൾ ആ ഒരു ത്രോ ബേസിക്കലി എവേർട്ടൺ ഒന്ന് ഉറങ്ങിപ്പോയി പറയുകയാണെന്നുണ്ടെങ്കിൽ. അവരൊന്ന് റിയാക്ട് ചെയ്യാൻ ഇത്തിരി സ്ലോ ആയി. കാരണം ത്രോ ആഴ്സണലിൽ സാധാരണ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ത്രോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പോസ്റ്റിലേക്ക് നോക്കി. അത് തൊട്ടടുത്ത് തന്നെ ഡോമാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഡോമാന് കിട്ടി ഒരു അടിപൊളി ക്രോസ്, ടീസിങ് ക്രോസ്. കാരണം പിക്ഫോർഡ് ആ ക്രോസിന് ഡൈവ് ചെയ്ത് വന്ന് പുള്ളിക്ക് ഫിംഗർ ടിപ്പ് ടച്ച് കിട്ടിയതുകൊണ്ട് മിസ്സായി. കറക്റ്റ് നമ്മുടെ മാർട്ടിനെല്ലി ഉണ്ടായിരുന്നു, ഹിൻകാപ്പി ഉണ്ടായിരുന്നു. ഹിൻകാപ്പിയുടെ മേത്ത് തട്ടി ബോൾ വന്നത് നേരെ യോക്കരസ് ടാപ്പിനാണ്. യോക്കരസ് ഇറങ്ങിയിട്ട് അതുവരെ ബോൾ തൊട്ടുണ്ടോയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം പ്രത്യേകിച്ചൊന്നും യോക്കരസ് ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ നമുക്കൊരു സ്ട്രൈക്കറിന് വേണ്ടത് കറക്റ്റ് ഓൺ ദ ടൈം കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് ഉണ്ടാവേണ്ടതാണ് വേണ്ടത്. അത് പുള്ളി ഉണ്ടായി, അത്രേ വേണ്ടൂ. പുള്ളിയുടെ ജോലി അതാണ്. പുള്ളി അത് ഗോൾ അടിച്ചു. ഗ്രൗണ്ട് എക്സ്പ്ലോഡ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്യൂർ റിലീഫ്. പക്ഷെ സ്റ്റോറി അവിടെ കഴിയുന്നില്ല. നമ്മൾ വിചാരിക്കാത്തൊരു ട്വിസ്റ്റ് സ്റ്റോറിയിൽ വന്ന് പിന്നെ ഒരു 4 മിനിറ്റോ 5 മിനിറ്റ് ആണല്ലോ. 96 മിനിറ്റ്സാണ് എക്സ്ട്രാ ടൈം. 6 മിനിറ്റാണ് എക്സ്ട്രാ ടൈം കൊടുത്തത്. 6ാമത്തെ മിനിറ്റിൽ ആക്ച്വലി എവർട്ടൻ്റെ ഒരു ലാസ്റ്റ് കോർണർ കിട്ടുകയാണ്. അവർ പിക്ഫോർഡ് അടക്കം ഫോർവേഡ് വന്നു ഈ കോർണറിന് വേണ്ടിയിട്ട്. യോക്കരസിൻ്റെ അടിപൊളി ഹെഡർ വിൻ ചെയ്യുന്നത്. പുള്ളി ലാൻഡ് ചെയ്ത് ഓക്വേർഡ് ലാൻഡിങ് ആയിരുന്നു ഹെഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. പക്ഷേ അത് വിൻ ചെയ്തു. മാർട്ടിനെല്ലി ഒന്നുകൂടി ഹെഡ് ചെയ്ത് കൊടുത്തതും ഡോമാൻ കളക്ട് ചെയ്തു. വേറെ പ്ലേയേഴ്സ് മിക്കലെങ്കോയും പിന്നെ എനിക്ക് ഗാർണർ ഉണ്ടായിരുന്നതുകൊണ്ട് ഫസ്റ്റ് ഇതിൽ ഹെഡ് ചെയ്തിട്ട് മിക്കലെങ്ങനെ കട്ട് ചെയ്ത് പിന്നെ ഗാർണറിനും കടന്നോട് കൂടിയിട്ട് ഗംഭീരം. ഇതിൽ രസം എന്താണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഗോളാന്നുള്ള ഷുവറാണ്. അത് എങ്ങനെ കളിച്ച് അവിടെ എത്തിച്ച് ഗോളടിക്കുമെന്നത് മാത്രം നമുക്ക് അറിയണം. 16 വയസ്സുള്ള ചെക്കനാണ്. 16 വയസ്സായിട്ട് ഇപ്പോൾ 2 മാസം 3 മാസം കൂടെ ആയിട്ടുള്ളൂ. പുള്ളി അതും കൊണ്ട് ഓടാണ്. 70 യാർഡ് സ്പ്രിൻറ്റിങ് ആണ്. സ്പ്രിൻറ്റ് ചെയ്ത് കാംലി പാസ് ചെയ്തു. അതിൽ പറയേണ്ട കാര്യം 16 years 73 days ആണ് ചങ്ങാതിക്ക്. യങ്ങസ്റ്റ് ഗോൾ സ്കോറർ ഇൻ പ്രീമിയർ ലീഗ് ഹിസ്റ്ററി. അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് ഇതിൻ്റെ ഒപ്പം മാർട്ടിനെല്ലി ഓടുന്നുണ്ട്. പക്ഷേ മാർട്ടിനെല്ലി വാസ് ലൈക്ക് എ ബിഗ് ബ്രദർ. ഇത് ഒരിക്കൽ പോലും ബോളിന് വേണ്ടി കൈവക്കിയില്ല. പുള്ളി ഇങ്ങനെ നോക്കി നിന്ന്. അത് മാത്രമല്ല തൊട്ട് മിക്കലെങ്കോ ഓടി എത്തുമോ എന്നുള്ളൊരു ഡൗട്ട് വന്നപ്പോൾ മിക്കലെങ്കോനെ ബ്ലോക്ക് ചെയ്തിട്ട് ഓടി. ഹി മെയ്ഡ് ഷുവർ ഡോമിൻ സ്കോർ ദാറ്റ് ഗോൾ. അൺബിലീവബിൾ സെലിബ്രേഷൻ. കോർണർ എന്താ പറയുക, കോർണറിൻ്റെ ഫ്ലാഗ് നിന്ന് തട്ടിയിട്ട് നമുക്ക് ആ ബോളും കൊണ്ട് പോകുമ്പോൾ സബ്സും എല്ലാവരും ഫുൾ ഗ്രൗണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചങ്ങാതിൻ്റെ. സംതിങ് സ്പെഷ്യൽ റിയലി ഹാപ്പൻഡ്. കളി അതോടുകൂടി കളി കഴിഞ്ഞു. ആഴ്സണലിന് 10 പോയിന്റ് ക്ലിയറാണ്. കംപ്ലീറ്റ് പ്രഷർ മാഞ്ചസ്റ്റർ സിറ്റിക്ക് പോവുകയാണ്. 10 പോയിന്റ് ലീഡ് ആഴ്സണലിൽ എടുത്തപ്പോൾ. കാരണം ഇനി ആ കൂടിയിട്ട് 7 കളി 8 കളി കണ്ടുള്ളൂ. സിറ്റി ആ പ്രഷർ താങ്ങാൻ പറ്റിയില്ല. സിറ്റി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു. വെസ്റ്റാമിനെതിരെ അവർ 1-1. വെസ്റ്റാം ഈസ് ടഫ്. കാരണം ന്യൂനോ ടഫ് ആക്കിയിട്ടുണ്ട് വെസ്റ്റാമിനെ. പക്ഷേ സിറ്റിക്ക് ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ സിറ്റിക്ക് കിട്ടിയ ചാൻസസ് സിറ്റി മുതലാക്കിയില്ല. അതും ചെറിയ ഓൺ ദ ടോപ്പ് എന്ന് പറയുന്നത് വെസ്റ്റാമിന് വേണ്ടി ഗോൾ അടിച്ചത് മുമ്പ് ആഴ്സണലിന് വേണ്ടി കളിച്ചത് മാറോപ്പാനോസ് ആയിരുന്നു. യൂണിവേഴ്സ് ചില സമയത്ത് ഫുട്ബോളിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി വയ്ക്കും. ഇത് ചാമ്പ്യൻസിൻ്റെ ലക്കാണോ, ചാമ്പ്യൻസിൻ്റെ മെൻറ്റാലിറ്റി ആണോ? ലക്കാണോ? യെസ്, മേ ബി. പക്ഷേ മെൻറ്റാലിറ്റി ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി. ഫുട്ബോൾ അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം ഇന്നലത്തെ കളിയിൽ ചെൽസി ന്യൂകാസലിനോട് തോറ്റു. ഇന്ന് ലിവർപൂള് ടോട്ടനമിനോട് 1-1 ഡ്രോ ആയി. ടോട്ടനമിൻ്റെ മാനേജറുടെ ഫസ്റ്റ് പോയിൻ്റാണത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എല്ലാവരും കളിയാക്കിയിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ 3rd പോയിന്റിലാണ്, 3rd പൊസിഷനിലാണ് പ്രീമിയർ ലീഗിൽ നിൽക്കുന്നത്. അപ്പോൾ ഫുട്ബോൾ എന്ന് പറയുന്നത് ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആണ്. അതിന് ഫുട്ബോളിൻ്റെ ബ്യൂട്ടി അതാണ്. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്സണൽ, സിറ്റി, യുണൈറ്റഡ്, ആസ്റ്റൺ വില്ല, ലിവർപൂൾ, ചെൽസി. ഈ യുണൈറ്റഡും
പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ ചെൽസിയും തമ്മിൽ ഒരു 6 പോയിൻ്റ് വ്യത്യാസമുള്ളൂ. ചെൽസി 3rd പൊസിഷനിൽ നിൽക്കണ്ടായിരുന്ന ടീമാണ്, ഇപ്പോൾ 6th പൊസിഷനിലേക്ക് പോയി. ലിവർപൂൾ ഇപ്പോൾ 5th പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇന്നലത്തെ നൈറ്റിൽ ആഴ്സണൽ ഫാൻസ് ഒരു ഗോൾ മാത്രമല്ല, ഒരു ഫ്യൂച്ചറാണ് കണ്ടത്. കാരണം ആഴ്സണൽ എന്നുള്ള ടീമിൻ്റെ ഫ്യൂച്ചർ ഇതാക്കെടുക്കണം മാക്സ് ടോമാൻ. ഇനി നമുക്ക് ഹെയ്ലൻഡ് എന്നുള്ള പ്ലേയേഴ്സിൻ്റെ ഒരു ടീമാണ് വരണത്. അത് രസം എന്താണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയായിരിക്കും വരിക എന്നുള്ളതാണ് എനിക്ക് കാണേണ്ടത്. കാരണം റൈറ്റ് വിങ്ങിൽ നമുക്ക് ഇപ്പോൾ സാക്ക, മധുവേക്കെ, ഡോമാൻ, ഒഡഗാർഡ്, പിന്നെ ന്യൂനേരി, 5 ലെഫ്റ്റ് ഫുട്ടേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇവരൊക്കെ വരാൻ പോകണമെന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ കാണേണ്ടി വരും. ചിലപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം നമുക്ക് പറയാം ഈ ചെക്കൻ്റെ ജേണി ശരിക്കും സ്റ്റാർട്ട് ചെയ്ത് ഈ നൈറ്റിലാണ്. നമുക്ക് ഒരു തരത്തിൽ ലക്കാണ് ആ കളി കാണാൻ, ലൈവ് കാണാൻ പറ്റിയത്. ചില സമയത്ത് ചാമ്പ്യൻസ് ബോണാവണ ഒരു മാജിക് മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇന്നലത്തെ മാക്സ് ടോമാൻ്റെ മൊമെൻ്റ് തന്നെയായിരുന്നു, അതിൽ യാതൊരു സംശയമില്ല. ഇനി ഈ കോൺഫറൻസ് വെച്ചിട്ട് ആഴ്സണലിന് ബയർ ലെവർകൂസനായിട്ടുള്ള കളിക്ക് പോകാൻ പറ്റും. ഐ തിങ്ക് ദേ ആർ ഗോയിങ് ടു ഡിസ്ട്രോയ് ദം. അപ്പോൾ അത് കഴിഞ്ഞിട്ട്